അതെ 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 മോഹൻലാലാണ്. മോഹൻലാൽ ഇപ്പോൾ അദ്ദേഹം നമ്മൾ വിചാരിച്ചത് പുഞ്ചിരിമട്ടത്തേക്ക് പോകുമെന്നാണ്. പക്ഷെ അദ്ദേഹം പുഞ്ചിരിമട്ടത്തേക്കല്ല പോയത്, മറിച്ച് ഇതിന്റെ ഒരു പ്രഭവ കേന്ദ്രമെന്ന് നമുക്ക് പറയാവുന്ന രീതിയിൽ പുഞ്ചിരിമട്ടത്തിനും കുറച്ചുകൂടെ മുകളിൽ അരുണമലയുടെ ആ സൈഡിൽ, ആ അരുണമലയുടെ ഭാഗത്ത് നിന്നാണ് ഇത് പൊട്ടിയൊലിച്ചു വന്നത്. അതിന്റെ അങ്ങോട്ടേക്ക് ഇനിയും ഒരു 2 കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യണം. അങ്ങോട്ടേക്ക് ഒരു റിസോർട്ട് റോഡ് വഴി അദ്ദേഹം ആ ഒരു പ്രദേശം, ഇത് മല പൊട്ടിയൊഴുകി വന്ന പ്രദേശം നേരിൽ കാണുന്നതിന് വേണ്ടി അദ്ദേഹം ഇപ്പോൾ വന്നിരിക്കുകയാണ്. നമ്മുടെ ശ്രീജിത്തും അദ്ദേഹത്തോടൊപ്പം ഉണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അദ്ദേഹം ഇപ്പോൾ ഇതിനു മുകളിൽ കൃത്യമായി ഈ അരുണമലയുടെ മുകളിൽ നിന്നും ഇത് പൊട്ടിയൊലിച്ചു വന്ന ആ പ്രദേശം കൃത്യമായി കാണാവുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്താണ് അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്നും അദ്ദേഹം അതിന്റെ ഒരു ഭീകരത അദ്ദേഹം നേരിട്ട് കാണുകയാണ്. അതിനുവേണ്ടി മോഹൻലാൽ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായ മദ്രാസ് റെജിമെന്റിലെ തന്നെ മറ്റ് സൈനികർക്കൊപ്പം അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുന്നു. വിശദമായി തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, ഈ ഭൂപ്രദേശത്തിന്റെ ഘടന, അതുപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ സാന്നിധ്യമൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം തന്റെ കൂടെയുള്ള മറ്റ് സൈനിക ഉദ്യോഗസ്ഥരോട് ചോദിച്ച് മനസ്സിലാക്കുകയാണ്. മോഹൻലാൽ രാവിലെ ചൂരൽമലയിൽ ക്യാമ്പിലെത്തി, ചൂരൽമലയിലെത്തി. അതിനുശേഷമാണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ മേഖലയിലേക്ക്, ദുരന്തമേറ്റവും അധികം ബാധിച്ച മുണ്ടക്കൈ മേഖലയിലേക്ക് എത്തി ഒരു ആശ്വാസ സന്ദേശമാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ ലാലിന്റെ സാന്നിധ്യം രാവിലെ മുതൽ തന്നെ ഇവിടെയുണ്ട്. അദ്ദേഹം ഇവിടെ വന്ന് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് ഇവരോടൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വേഷത്തിൽ തന്നെ മോഹൻലാൽ എത്തുന്നു. ഒരാശ്വാസ കിരണമായി ലാലിൻ്റെ സാന്നിധ്യം ഇവർക്ക് നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിലൊക്കെ അത് കാണാം. കരളലിയിപ്പിക്കുന്ന ഒരുപാട് നിരവധി ദൃശ്യങ്ങൾ ഉണ്ട്. അവിടെയാണ് ആശ്വാസകിരണമായി മോഹൻലാൽ എന്ന അതുല്യ നടൻ എത്തുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. എന്തൊക്കെ ചെയ്യാൻ സാധിക്കും നടൻ എന്ന രീതിയിൽ, അല്ലെങ്കിൽ സമൂഹത്തിലെയോട് വളരെ പ്രധാനപ്പെട്ട VVIP നിലയിൽ തനിക്ക് എന്നുള്ളത് അദ്ദേഹം അന്വേഷിച്ചറിയുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കൂടുതൽ സഹായങ്ങൾ മോഹൻലാലിന് ഒരുപക്ഷെ ലഭിച്ചേക്കാം ഈ ദുരന്ത ബാധിത മേഖലയ്ക്ക് എന്നുകൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. അങ്ങനെ ആ മഹാനടന്റെ സാന്നിധ്യം ഒരു തരത്തിലെങ്കിലും ഒരാശ്വാസ കിരണമാവുകയാണ് ആ ദുരിതബാധിതരായ ജനങ്ങൾക്ക് എന്നുള്ളതാണ്. ദൃശ്യങ്ങൾ അത് കാണാം. ഷബീർ, കേൾക്കാമെങ്കിൽ തുടരാം. കേൾക്കാം. അങ്ങനെ തന്നെയാണ് ഈ പുഞ്ചിരിമട്ടം വീടുകൾ കൂടുതൽ നഷ്ടപ്പെട്ട ആ ഭാഗത്തിന് മുകൾ വശത്തായി അദ്ദേഹം കൃത്യമായി അതിന്റെ പ്രഭവ കേന്ദ്രമൊക്കെ കാണുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്ത് വന്ന് അവിടെ എത്രത്തോളമാണ് ഇതിന്റെ ഒരു ഭീകരത, അല്ലെങ്കിൽ എത്രത്തോളമാണ് ഇത് ഈ ഒരു വലിയ പ്രദേശത്തെ ആകെ ബാധിക്കുന്ന തരത്തിൽ ഇതെങ്ങനെയാണ് ഈ മല പൊട്ടി ഒഴുകി വന്നത് എന്നൊക്കെയുള്ള ആ സ്ഥലം കാണുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഇവിടെ വന്നത്. അദ്ദേഹത്തിന്റെ വരവ്, അതും പ്രത്യേകിച്ച് സൈനിക വേഷത്തിൽ, സൈന്യം നമുക്ക് നേരത്തെ തന്നെ വലിയ പ്രതീക്ഷ നൽകിക്കൊണ്ടാണ് ആദ്യം കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ നിന്നും പിന്നീട് കണ്ണൂരിൽ നിന്നും പിന്നീട് മദ്രാസ് റെജിമെന്റിൽ നിന്നുമൊക്കെ സൈനികർ ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് വലിയൊരു പ്രതീക്ഷയാണത് പകർന്നിരുന്നത്. സൈന്യം എത്തുന്നതോടുകൂടി ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ വലിയ വേഗത കൈവരുമെന്ന് നമ്മൾ ഉറപ്പിച്ചിരുന്നു. അങ്ങനെ തന്നെയാണ് ആ വേഗത കൈവന്നു. ഒടുവിൽ അവർ സൈന്യത്തിന്റെ മദ്രാസ് എഞ്ചിനീയറിംഗ് വിഭാഗം അവർ ആ ബെയിലി പാലം 32 മണിക്കൂർ കൊണ്ട് യാഥാർത്ഥ്യമാക്കി. ഇപ്പോൾ ആ സൈന്യം തന്നെയാണ് ഒരിക്കൽ കൂടി സാന്ത്വനം പകരാൻ, അല്ലെങ്കിൽ ഈ പ്രദേശത്ത് പ്രവർത്തിക്കുന്ന സന്നദ്ധ പ്രവർത്തകർക്കാവട്ടെ, അല്ലെങ്കിൽ ഇവിടെ താമസിച്ചിരുന്ന ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് മാറ്റിയ ആളുകൾക്കൊക്കെ ഒരു പ്രതീക്ഷയുടെ പുതുനാമ്പ് പകർന്നു നൽകുന്ന രീതിയിലാണ് ഇപ്പോൾ മോഹൻലാൽ ഇപ്പോൾ ഈ കുന്നിന്റെ മുകളിലേക്ക്, പുഞ്ചിരിമട്ടത്തിനും കുറെ മുകളിൽ ഇതിന്റെ പ്രഭവ കേന്ദ്രം വ്യക്തമായി കാണുന്ന തരത്തിലുള്ള ഈ കുന്നിൻ മുകളിലേക്ക് മോഹൻലാൽ വരികയും അവിടെ ഇപ്പോൾ സൈനികർ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഒരു യുദ്ധഭൂമിയിൽ എന്ന പോലെ ഇവിടെ സേവനം ചെയ്ത സൈനികർ അവരിപ്പോൾ അവരോടൊപ്പം നിന്നുകൊണ്ട്, മോഹൻലാൽ അവരോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട്, സൈന്യം ഈ ഏത് ദുരന്ത മുഖത്തും സൈന്യം നിങ്ങൾക്കൊപ്പമുണ്ടെന്ന് ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുന്ന തരത്തിലാണ് മോഹൻലാൽ ഇതിന്റെ ഈ ഓപ്പറേഷൻ ഏകദേശം വിജയിച്ച ഒരു ഘട്ടം തന്നെയാണ്. ആ ഓപ്പറേഷൻ വിജയിച്ചതിന്റെ
അതിന്റെ ഒരു ആഘോഷം എന്നുള്ള ഒരു തരത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ സൈന്യത്തിന്റെ ഒരു രീതി അതാണ്. കാരണം അവരൊരു ഓപ്പറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർ പരമാവധി അതിൽ ഈ ബേലി പാലത്തിന്റെ നിർമ്മാണത്തിൽ അവർ വലിയ വിജയം കൈവരിച്ചു. ഈ മലമുകളിലേക്ക് എത്തുക എന്നുള്ളതായിരുന്നു അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം. അതവർ സാധ്യമാക്കി. ഇതിനു മുകളിലേക്ക് ഹിറ്റാച്ചികൾ കൊണ്ടുവന്ന് വലിയ തോതിലുള്ള പരിശോധന നടത്തുക എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അത് സൈന്യം യാഥാർത്ഥ്യമാക്കി. അതെല്ലാം കഴിഞ്ഞ് പുഞ്ചിരിമട്ടത്തിനും മുണ്ടക്കൈക്ക് മുകളിൽ പുഞ്ചിരിവട്ടത്തിനും മുകളിൽ വലിയ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ ഇതായിപ്പോൾ സൈന്യം അതിന്റെ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ രാജ്യത്തിനൊപ്പമുണ്ട്, ഈ രാജ്യം എന്ത് തരത്തിലുള്ള ദുരന്തം നേരിട്ടാലും അത് യുദ്ധം മാത്രമല്ല, ദുരന്തമുഖങ്ങളിൽ ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ടെന്ന് പ്രഖ്യാപിക്കുന്ന തരത്തിൽ ലഫ്റ്റനന്റ് ജനറൽ കേണൽ മോഹൻലാലിനോടൊപ്പം സൈന്യം ഈ ദുരന്ത ഭൂമിയിൽ ഏറ്റവും ഉയരത്തിൽ വന്ന് അവിടെ നിന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയും ഒരിക്കൽ കൂടി എന്തിനാണോ സൈന്യത്തിന്റെ ഭാഗമായി മോഹൻലാൽ ചേർന്നത്, ഒരു താരം എന്നതിലുപരി സൈന്യത്തിന്റെ ഭാഗമായി മോഹൻലാൽ ചേർന്നതിലൂടെ നൽകുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ സൈന്യം നിങ്ങൾക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ സൈന്യം നിങ്ങളെ സുരക്ഷിതരായി ഈ രാജ്യത്ത് സംരക്ഷിക്കും, ഏത് ദുർഘട നിമിഷത്തിലും ഞങ്ങൾ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് ഉറക്കെ വിളിച്ചു പറയുന്നതിന് വേണ്ടി തന്നെയാണ്, അതിന് കൂടുതൽ സപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി തന്നെയാണ് മോഹൻലാൽ ഈ സൈന്യത്തിന്റെ ഭാഗമായത്. അതിൽ നമുക്ക് അഭിമാനിക്കാം. പ്രത്യേകിച്ച് മലയാളത്തിന്, മോഹൻലാലിനെ സ്നേഹിക്കുന്ന മലയാള നാടിന് ഒന്നിച്ച് അഭിമാനിക്കാനുള്ള ഒരു കാര്യം തന്നെയാണത്. ആ ഒരു അഭിമാന നിമിഷത്തിൽ തന്നെയാണ് മോഹൻലാൽ ഇപ്പോൾ സൈന്യത്തിനൊപ്പം ചേർന്നിരിക്കുന്നത്. അദ്ദേഹം ഒരുപക്ഷെ ഇവിടെ മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ നേരത്തെ അദ്ദേഹം പറഞ്ഞത് താഴെ സംസാരിക്കാമെന്നാണ്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തയ്യാറാകുന്നു എന്ന് വേണം നമുക്ക് ഈ നിമിഷത്തിൽ കരുതാൻ.